സ്നേഹമുള്ളവരെ, കുടുംബ ജീവിതത്തിൽ ഒരു നല്ല ഭർത്താവ്, ഒരു നല്ല ഭാര്യ പാലിക്കേണ്ട ഒരു കാര്യമാണ് അവർ ജീവിതത്തിൻ്റെ ഉറപ്പാകണം. അതാണ് ഉടമ്പടി എന്ന് പറയുക. ഉടമ്പടി ഇംഗ്ലീഷിൽ 2 വാക്കുകളാണ്. ഒന്ന് കോൺട്രാക്റ്റ്, 2 കവനൻറ്റ്. കോൺട്രാക്റ്റിൽ മനുഷ്യനുമാണ്. പ്രധാനമന്ത്രിക്ക്, അമേരിക്കൻ പ്രസിഡൻറ്റുമായി കോൺട്രാക്റ്റിന് നിശ്ചിത കാലഘട്ടമുണ്ട്. അമേരിക്കയുടെ വെടിയുണ്ട 5 വർഷം മേടിച്ചോളാമെന്ന് ഇന്ത്യയുമായി കോൺട്രാക്റ്റ്. പക്ഷേ ആ 5 വർഷം കഴിയുമ്പോൾ പിന്നെ വെടിയുണ്ട മേടിക്കേണ്ട. ഇന്ത്യയുടെ ഏലക്ക ഫ്രാൻസ് 5 വർഷം മേടിക്കും, ഒരു കോൺട്രാക്റ്റ്. പക്ഷെ 5 വർഷം കഴിഞ്ഞ് പിന്നെ ഫ്രാൻസിന് ഈ ഏലക്ക മേടിക്കാനുള്ള ഒരു ബാധ്യതയില്ല. കോൺട്രാക്റ്റ് നിശ്ചിത കാലത്തേക്കുള്ളതാണ്. മോശയും ദൈവവും തമ്മിൽ കോൺട്രാക്റ്റ് അല്ല, കവനൻറ്റ്, ഉടമ്പടിയാണ്. അത് ഉടമ്പടിയാണ്. കവനൻറ്റ് മരണത്തിനപ്പുറവും നീളുന്നതാണ്. മത്തായി 28:20, ലോകാവസാനം വരെ, യുഗാന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് മരിച്ചാലും മനസ്സിൽ നിൽക്കും. ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും കണ്ടിട്ടുണ്ട്. നല്ല ഭർത്താക്കന്മാർ, ഭാര്യ മരിച്ചു പോയവർ പുതിയ ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ പ്ലാൻ ഭാര്യയുടെ കല്ലറയിൽ വെക്കും. എന്നിട്ട് പറയും, മോളെ, ഇതാണ് പണിയാൻ പോകുന്ന വീട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഭർത്താവ് മരിച്ച ഭാര്യ മോക്ക് കല്യാണ ആലോചന വരുമ്പോൾ കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ ഫോട്ടോ ഭർത്താവിൻ്റെ കല്ലറയിൽ വെക്കും. ഇതാണ് നമ്മുടെ മോളെ കെട്ടാൻ പോകുന്ന പയ്യൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കല്ലറയിൽ കിടന്ന് കാണുന്നു, സിമിത്തേരിക്കപ്പുറം നിത്യതയിൽ കാണുന്നു. അപ്പം ഈ ഒരു ബലമാണ്. ഇതാണ് ഉടമ്പടിയുടെ അർത്ഥം, കവനൻറ്റ്, മരണത്തിന് അപ്പുറവും നീളുന്ന ഒന്ന്. ഒരുപക്ഷെ ഹൈന്ദവ വിവാഹങ്ങൾ സിവിൽ കോൺട്രാക്റ്റ് ആകാം, മുസ്ലിം മതത്തിലെ വിവാഹവും സിവിൽ കോൺട്രാക്റ്റ് ആകാം. പക്ഷേ ക്രിസ്തീയ വിവാഹങ്ങൾ കവനൻ്റാണ്. ശിരസായ മിശിഹായും ഉടലായ സഭയും തമ്മിലുള്ള ബന്ധം. ശിരസായ ക്രിസ്തു 3.25 വർഷത്തേക്ക് ഉടലായ സഭയെ സ്നേഹിച്ചോളാമെന്നല്ല, ലോകാവസാനം വരെ സ്നേഹിക്കുന്നു. അതാണ് മത്തായി 19:6, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ഇന്ന് ഡൈവോഴ്സിന് വേണ്ടി മനുഷ്യൻ ഓടുന്ന കാലം. ഒരുത്തം കുടുംബ കോടതിയിൽ വന്ന് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, അടിയന്തര ഡൈവോഴ്സ്. കോടതി ചോദിച്ചു, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? അവൻ പറഞ്ഞു, 15 വർഷം. മക്കൾ എത്ര? 3 മക്കളും 15 വർഷമായപ്പോഴാണോ? 1 വർഷം കഴിഞ്ഞ് ചിന്തിക്കാൻ മേലായിരുന്നു. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ആദ്യ രാത്രി കഴിഞ്ഞ മുതൽ ഡൈവോഴ്സ് ആഗ്രഹിച്ചതാ. അതെന്താ? മൂടച്ചട്ടി, കപ്പ, സ്പൂണ്, ഫോർക്ക്, പ്ലേറ്റ് തേറോടേറ്. ജഡ്ജി പറഞ്ഞു, ശരി, മുറിച്ചു തരാം, 3 മക്കളെ കൃത്യം വീതം വെക്കാവൂ. അവൻ പറഞ്ഞു, 1 വർഷം കൂടെ തന്നാൽ മതി, അഡ്ജസ്റ്റ് ചെയ്തോളാം. പോയി. താമസിയാതെ അവൾ ഗർഭിണിയായി. പ്രസവം കഴിഞ്ഞ് 21-ാം ദിവസം ഡൈവോഴ്സിൻ്റെ ഫൈനൽ ഡേറ്റ്. അവൻ കാത്തിരുന്നു. 4ാമത്തെ കുട്ടിയാകുമ്പം 2 മുറിക്കാമല്ലോ. പക്ഷെ അവൻ്റെ ഗതികേട്, അവൻ്റെ ഭാര്യ 4ാമത് പ്രസവിച്ചത് ഇരട്ട പിള്ളേർ, അങ്ങനെ 5 ഓർത്താലും നടക്കണമെന്നില്ല. മത്തായി 19:6, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ഇതാണ് ഉറപ്പ്, ബലമെന്ന് പറയുക. ഉടമ്പടിയായി ദൈവം സൃഷ്ടിച്ചു. അതാണ് ജീവിതത്തിൻ്റെ ആധാരം. ഒരു വലിയ ഉറപ്പ്, വലിയ ബലം. ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയിലേക്ക് അറിയാതെ അടുത്തു പോയാൽ നഷ്ടപ്പെടുന്നത് ഉടമ്പടിയുടെ ബലമാണ്. ഒരു സ്ത്രീ മറ്റൊരു പുരുഷനിലേക്ക് അടുത്തു പോയാൽ നഷ്ടപ്പെടുന്നത് ഉടമ്പടിയുടെ ബലമാണ്. ഈ ഉറപ്പ് എന്നും സൂക്ഷിക്കണം. ഉറപ്പിനെ ഇളക്കം തരുന്ന ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ നല്ല ദമ്പതിമാരായിട്ട് ജീവിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.